മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ ടോപ്പിക്. രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് എങ്ങനെ കാണാം എന്നാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ അടിസ്ഥാനമായി ഓർക്കേണ്ട കാര്യം, മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ റോ കൊണ്ട് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ മെട്രിക്സിന്റെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് വ്യക്തമാക്കാം. ഒരു മെട്രിക്സ് 3 2 5 3, ഇതിനെ നമുക്ക് മറ്റൊരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 0 1 7 3 4. ഈ രണ്ട് മെട്രിക്സും കൂടി എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ റോ ഇൻറ്റു കോളം മെത്തേഡിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ മെട്രിക്സിന്റെ റോകൾ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ മെട്രിക്സിന്റെ ഒന്നാമത്തെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ ഒന്നാമത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് ആദ്യത്തെ മെട്രിക്സിന്റെ ഒന്നാമത്തെ റോ? നമുക്ക് നോക്കാം. 3 2, ഇതാണല്ലോ ആദ്യത്തെ മെട്രിക്സിന്റെ ഒന്നാമത്തെ റോ. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഒന്നാമത്തെ കോളമോ 5 7. അപ്പൊ നമ്മുടെ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ 3 2 എന്ന റോ കൊണ്ട് 5 7 എന്ന കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ അതിലുള്ള കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 3നെ 5 കൊണ്ട്, 2നെ 7 കൊണ്ട്. 3 എന്ന എലമെന്റ് 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, 2ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അതായത് 3 × 5 ചെയ്തു, പിന്നെ 2 × 7 ചെയ്തു, രണ്ടും കൂടി ആഡ് ചെയ്തു. അതായത് നമ്മുടെ പ്രോഡക്റ്റിലെ ആദ്യത്തെ എലമെന്റ് കിട്ടുന്നത് ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്താണ് പ്രോഡക്റ്റിൽ ആദ്യത്തെ എലമെന്റ് കിട്ടുന്നത്. ഇനി പ്രോഡക്റ്റിലെ രണ്ടാമത്തെ എലമെന്റ്, ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് കാണാൻ നമ്മളിപ്പോ ചെയ്തത് ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഫസ്റ്റ് റോ ആയ 3 2 കൊണ്ട് സെക്കൻഡ് റോ ആയ 0 3യെ മൾട്ടിപ്ലൈ ചെയ്യണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് 3നെ 0 കൊണ്ടും 2നെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് ആഡ് ചെയ്യാം. 3 × 0 പ്ലസ് 2 × 3. അപ്പൊ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തു, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് റോ 3 2 തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് തേർഡ് കോളം 1 4നാണ്. 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, രണ്ടും കൂടെ ആഡ് ചെയ്യണം. 3 × 1 പ്ലസ് 2 × 4. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തു, തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അങ്ങോട്ട് കോളം ഇല്ല. അപ്പൊ ഫസ്റ്റ് റോ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഇതേ പ്രക്രിയ സെക്കൻഡ് റോ കൊണ്ട് ആവർത്തിക്കണം. അപ്പൊ കിട്ടുന്ന ഉത്തരം എഴുതേണ്ട അടുത്ത റോയിലാണ്. ഫസ്റ്റ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഫസ്റ്റ് റോയിൽ എഴുതി, സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് സെക്കൻഡ് റോയിൽ എഴുതും. എന്താണ് സെക്കൻഡ് റോ ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ്? 5 3. ഈ 5 3 കൊണ്ട് സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 5 3ന് എന്നുള്ള റോയിനെ 5 7 എന്നുള്ള കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5നെ 5 കൊണ്ടും 3നെ 7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5 × 5 പ്ലസ് 3 × 7. അപ്പൊ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം സെക്കൻഡ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5 3നെ 0 3 കൊണ്ട് എന്ന് പറഞ്ഞാൽ 5നെ 0 കൊണ്ടും 3നെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 0 പ്ലസ് 3 × 3. ഇനി സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 3 കൊണ്ട് 1 4 എന്നുള്ള തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തൊക്കെയായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാം? 5നെ 1 കൊണ്ടും 3നെ 4 കൊണ്ടും. അപ്പൊ 5 × 1 പ്ലസ് 3 × 4. അപ്പൊ നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ എന്താ നമ്മൾ ചെയ്ത പ്രോസസ്? ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഫസ്റ്റ് റോയിനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഫസ്റ്റ് റോയിനെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി കോളം ഉണ്ട്, ഇനിയും ചെയ്യാം. ഏതായാലും തേർഡ് കോളം വരെ ഇവിടെ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് റോയിന്റെ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയിന്റെ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയിന്റെ തേർഡ് കോളം. അതാണ് പ്രോഡക്റ്റിലെ ഫസ്റ്റ് റോ.
ഇനി രണ്ടാമത്തെ റോ എങ്ങനെ കിട്ടി? സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. ഇനി ഇതൊന്നുമില്ല, ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 15 + 14, 0 + 6, 3 + 8, 25 + 21, 0 + 9, 5 + 12. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 29, 6, 11, 46, 9, 17 എന്നുള്ള 2/3 മെട്രിക്സ് ആണ്. അതായത് 3, 2, 5, 3 എന്ന 2/2 മെട്രിക്സിന് മെട്രിക്സ് 5, 0, 1, 7, 3, 4 എന്ന 2/3 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മെട്രിക്സ് 29, 6, 11, 46, 9, 17 എന്നുള്ള 2/3 മെട്രിക്സ് ആണ്. നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ 2-3 ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഒരു 3/3 മെട്രിക്സ് മെട്രിക്സ് -1, 2, 3, 2, 0, 3, 4, -2, -3. ഇതിനെ നമുക്കൊരു 3/2 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് 1, -2, -3, 1, 2, -2. മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ റോ കൊണ്ട് കോളങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ 1, -2, 3. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. ഇത് തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 1, -6, -1, -6, +6. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 2 + 2, -6. ഫസ്റ്റ് റോ കൊണ്ട് രണ്ട് കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 2 + 0 + 6. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. -4 + 0, -6. അടുത്തതായി തേർഡ് റോ ഉണ്ട്. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 4 + 6, -6. തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഇനി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 3/2 മെട്രിക്സ് കിട്ടും. മറ്റൊരു ഉദാഹരണം, ഒരു 2/3 മെട്രിക്സ് മെട്രിക്സ് 2, -1, 3, -2, 2, 0. ഇതിനെ ഒരു 3/2 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2, 1, -1, 3, 1, -2. നേരത്തെ പോലെ ആദ്യം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 4 + 1 + 3. നെക്സ്റ്റ് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 2 + -3 + -6. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് രണ്ട് കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യും. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. -4, -2 + 0. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. -2 + 6 + 0. സിംപ്ലിഫൈ ചെയ്താൽ ഒരു 2/2 മെട്രിക്സ് ലഭിക്കും. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ നാം മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യം, ഇതുപോലെ ഏത് രണ്ട് മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ഉദാഹരണം നോക്കാം. മെട്രിക്സ് 4, -1, -2, -3, 2, 5 എന്ന 2/3 മെട്രിക്സിനെ മെട്രിക്സ് 2, 1, 5, -2, -3, 0, 1, 0, -7 എന്ന 2/4 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ എന്ന് പറയുന്നത് നാം പറഞ്ഞു, റോ കൊണ്ട് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ മെട്രിക്സ്, ഇതിന്റെ റോ ഫസ്റ്റ് റോ 4, -1, -2 ആണ്. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം 2, -1 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? 4 നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 2 പിന്നെ -2 മൾട്ടിപ്ലൈ ചെയ്യാനോ? നമുക്ക് എലമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. എന്താണ് അതിന് കാരണം? ആദ്യത്തെ മെട്രിക്സിന്റെ റോയിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും എലമെന്റ് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളത്തിൽ വേണം. ആദ്യത്തെ മെട്രിക്സിന്റെ റോയിൽ 3 എലമെന്റ് ഉണ്ട്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, 3 എലമെന്റ് ഉണ്ട്. രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളത്തിൽ 2 എലമെന്റ് ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ അല്ല. അതായത് ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ്, ഇവിടെ 3 എലമെന്റ് ഉണ്ടാവാൻ കാരണം 3 കോളം ഉള്ളതുകൊണ്ടാണ്.
ഈക്വൽ ടു രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. ഇങ്ങനെ വന്നാൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പൊ എ ബി എന്നുള്ള രണ്ട് മെട്രിക്സുകളുടെ പ്രൊഡക്റ്റ് കാണണമെങ്കിൽ എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. പ്രൊഡക്റ്റ് എ ബി ഈസ് പോസിബിൾ ഇഫ് number of columns of A is equal to number of rows of B. ഇതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മൂന്നാമത്തെ മെട്രിക്സ് അല്ലെ പ്രൊഡക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കുന്നു നമുക്ക് നേരത്തെ പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സ് ആണെന്ന് കരുതുക. അപ്പൊ എ ബി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കാണണമെങ്കിൽ ബിയുടെ ഓർഡർ n/, എന്തെങ്കിലും ഒന്നായിരിക്കണം. കാരണം ഇവിടെ നമ്പർ ഓഫ് കോളംസ്, എയുടെ നമ്പർ ഓഫ് കോളംസ് n ആണ്, ബിയുടെ നമ്പർ ഓഫ് റോസും n ആണെങ്കിലേ മൾട്ടിപ്ലിക്കേഷൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ബിയുടെ ഓർഡർ നമുക്കൊരു n/p ആണെന്നിരിക്കാം. അപ്പൊ എയുടെ ഓർഡർ m/n ആണ്, ബിയുടെ ഓർഡർ n/p ആണ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ ഓർഡർ m/p ആയിരിക്കും. എയുടെ നമ്പർ ഓഫ് റോസും ബിയുടെ നമ്പർ ഓഫ് കോളംസും. ദ പ്രൊഡക്റ്റ് എ ബി ഈസ് ഓഫ് ഓർഡർ m/p. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, എ ബി എന്നുള്ള പ്രൊഡക്റ്റ് കാണണമെങ്കിൽ എയുടെ കോളത്തിന്റെ എണ്ണവും ബിയുടെ റോയുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഒരു m/n മെട്രിക്സിന് n/p മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ m/p ആയിരിക്കും. ഈ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് രണ്ട് ജനറൽ മെട്രിക്സ് ഉപയോഗിച്ച് കാണിക്കാം. ഉദാഹരണമായി എ എന്ന് പറയുന്ന m/n മെട്രിക്സ്, അതിന്റെ എലമെന്റ്സ് a11, a12, a13 എക്സെട്ര a1n ഫസ്റ്റ് റോ, അതുപോലെ സെക്കൻഡ് റോ a21, a22 എക്സെട്ര a2n, ലാസ്റ്റ് mth റോ am1, am2, am3 എക്സെട്ര amn. ഇതിനെ നമുക്ക് ഒരു n/p മെട്രിക്സ്, ബി എന്ന് പറയുന്ന ഒരു n/p മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എലമെന്റ്സിനെ b11, b12 എന്നിങ്ങനെ കാണിക്കാം, n റോസും p കോളംസ്. ഇതിന്റെ പ്രോഡക്റ്റ് സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് കരുതുക. അതിന്റെ ഓർഡർ m/p ആയിരിക്കും. ഇപ്പൊ സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് മെട്രിക്സ് c11, c12, c13 എക്സെട്ര c1p, അങ്ങനെ ലാസ്റ്റ് റോയിൽ c11, cm2 എക്സെട്ര cmp. ഇതിൽ സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് c11, അതെങ്ങനെയാണ് കിട്ടുന്നത്? എയിലെ ഫസ്റ്റ് റോയും ബിയിലെ ഫസ്റ്റ് കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പ്രോഡക്റ്റിലെ ഫസ്റ്റ് 1 എലമെന്റ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളാണ്. c12 കിട്ടുന്നതോ എയിലെ ഫസ്റ്റ് റോയും ബിയിലെ സെക്കൻഡ് റോയും. c13 കിട്ടുന്നതോ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ തേർഡ് കോളും. അതുപോലെ c21 കിട്ടുന്നത് എങ്ങനെയായിരിക്കും? എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും. c22 എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിലെ ijth എലമെന്റ് cij ഇത് ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും? ആദ്യത്തെ മെട്രിക്സിന്റെ ith റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ jth കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് മെട്രിക്സിലെ ijth എലമെന്റ് കിട്ടുക. അതായത് cij ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ith റോ ഓഫ് എ ആൻഡ് jth കോളം ഓഫ് ബി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽസ് മെട്രിക്സ് 1 - 2 3 -4 2 5 ആൻഡ് ബി ഈക്വൽസ് മെട്രിക്സ് 2 3 4 5 2 1. നമുക്ക് പ്രൊഡക്റ്റ് എ ബി കണ്ടുപിടിക്കണം. അതായത് മെട്രിക്സ് 1 - 2 3 -4 2 5 ഇൻറ്റു മെട്രിക്സ് 2 3 4 5 2 1. ഈ പ്രൊഡക്റ്റ് കാണാൻ പറ്റുമോ? ഒരു സംശയമില്ല, കാണാൻ പറ്റും. കാരണം എയുടെ ഓർഡർ 2/3 ആണ്, ബിയുടെ ഓർഡർ 3/2 ആണ്. 2/3നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന ഉത്തരത്തിന്റെ ഓർഡറോ 2/2 ആയിരിക്കും. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഇത്. ഈ എ ബി കണ്ടതുപോലെ ബി എ കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ബി ഇതാണ് മെട്രിക്സ് 2 3 4 5 2 1 ഇൻറ്റു എ 1 - 2 3 -4 2 5. ബിയുടെ ഓർഡർ
3/2 ആണ്, എയുടെ ഓർഡർ 2/3 ആണ്. തീർച്ചയായിട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. എന്തായിരിക്കും ആൻസറിന്റെ ഓർഡർ? 3/2 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ മെട്രിക്സിന്റെ ഓർഡർ 3/3 ആയിരിക്കും. അപ്പൊ എ ബിയും കാണാം, ബി എയും കാണാം, പക്ഷേ രണ്ടും ഈക്വൽ അല്ല. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രത്യേകതയാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. മാത്രവുമല്ല, എല്ലായ്പ്പോഴും എ ബിയും ബി എയും കാണാൻ പറ്റണമെന്നുമില്ല. എ ബി ചിലപ്പോൾ കാണാൻ പറ്റും, ബി എ ചിലപ്പം പറ്റൂല. ഓർഡറിന്റെ പ്രശ്നമാണ്. ബി എ ചിലപ്പം പറ്റും, എ ബി ചിലപ്പം പറ്റൂല. രണ്ടും പറ്റിയാലും എ ബി നോട്ട് ഈക്വൽ ടു ബി എ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ മറ്റു ചില പ്രോപ്പർട്ടികൾ കൂടി നമുക്ക് പരിചയപ്പെടാം. എ ബി സി ഇത് 3 മെട്രിക്സ് ആണ്. എ ബി എന്നുള്ള പ്രോഡക്റ്റ് കാണാൻ പറ്റും, ബി സി എന്നുള്ള പ്രോഡക്റ്റ് കാണാൻ പറ്റും. ആ രൂപത്തിലുള്ള ഓർഡറുകളുള്ള പ്രോഡക്റ്റ് ആണ്. എ ബി സി ആർ കൺവേർട്ടബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി. എന്താണ് ഈ പ്രോപ്പർട്ടിക്ക് പറയാം? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്താ അതിന്റെ അർത്ഥം? എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് അതിനുശേഷം സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ബി സി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനെ ബി സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വ്യത്യാസമില്ല എന്നുള്ള പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ബിയും സിയും ഒരേ ഓർഡർ ആയിരിക്കണം. എ കൊണ്ട് ബി എയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം, സി എയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നാണ് ഇതിന്റെ പേര്, നമുക്കറിയാം. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡീഷൻ. മൾട്ടിപ്ലിക്കേഷൻ അഡീഷന്റെ മുകളിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അടുത്തൊരു പ്രോപ്പർട്ടി, ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഐ ഈസ് ദ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആവുക, ഐ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സും ആണെങ്കിൽ എ ഐ എന്ന് പറയുന്ന പ്രോഡക്റ്റും ഐ എ എന്ന് പറയുന്ന പ്രോഡക്റ്റും എക്ക് തുല്യമായിരിക്കും. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന് അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തന്നെ ഉത്തരമായിട്ട് കിട്ടും. ഈ പ്രോപ്പർട്ടിയെ നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം, മെട്രിക്സുകളെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ മെട്രിക്സുകളുടെ ഓർഡർ എങ്ങനെയായിരിക്കണം? ഒരു m/n മെട്രിക്സിനെ n/p1 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം മെട്രിക്സിന്റെ ഓർഡർ ഒരു m/p മെട്രിക്സ് ആയിരിക്കും. പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് ആണ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്.